പ്രിയ പ്രേക്ഷകരെ, ചില വാർത്തകൾ കാണുമ്പോഴാണ് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്നത് അത്ഭുതമാകുന്നത്. നോക്കൂ, ഇന്നിപ്പോ പ്രകടന പത്രികയൊക്കെ എല്ലാ മുന്നണികളുടെയും പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ലഹരി വിമുക്ത കേരളം എന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടാണ്, ഒരു വലിയ വാഗ്ദാനമായിട്ടാണ് മുന്നണികളൊക്കെ അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരം കണിയാപുരത്ത് ഇന്ന് സംഭവിച്ച വാർത്ത എന്താണ്? ലഹരി വാങ്ങാൻ പണം നൽകാത്തതിന്റെ പേരിൽ ഒരു വീട് തീയിട്ട് നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വാർത്തയാണ് ഇന്ന് നമ്മളെ തേടിയെത്തിയത്. ആരാണെന്ന് നോക്കാം. കണിയാപുരം അൻസി മൻസിൽ അമീന ഷാജഹാൻ ദമ്പതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീടാണ് അവരുടെ സഹോദരി പുത്രനായ ഫൈസൽ തീയിട്ട് നശിപ്പിച്ചത് എന്നുള്ളതാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരം കണിയാപുരം ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ഇന്ന് രാവിലെ വലിയ ഒരു തീപിടുത്തമുണ്ടായി. ആദ്യം കരുതിയിരുന്നത് ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടമാണ് ഉണ്ടായത് എന്നുള്ള കാര്യമായിരുന്നു. കാരണം ഉഗ്രശബ്ദം കേൾക്കുകയും പിന്നീട് വീടിനാകമാനം തീ പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് കാണാം, വീടിന്റെ ഏതാണ്ട് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും തന്നെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. വീടിന്റെ തടി കൊണ്ടുണ്ടാക്കിയ കട്ടള അടക്കമുള്ള ഭാഗങ്ങൾ എല്ലാം തന്നെ കത്തി നശിച്ചു പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് കണിയാപുരത്താണ് ഈ വീട് ഉള്ളത്. അൻസി മൻസിൽ അമീന ഷാജഹാൻ എന്നീ ദമ്പതികളുടെ വീട് ആണിത്. ഇവരും 2 പെൺമക്കളുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു സാധാരണ തീപിടുത്തമല്ല, തീ ഇട്ടതാണ് എന്നുള്ള ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കുടുംബം ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അമീനയുടെ സഹോദരിയുടെ മകൻ അയാൾ ഈ വീട്ടിലേക്ക് വരികയും ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും ഇന്നലെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. ഇയാൾ 28 വയസ്സുള്ള ആളാണ്. ഫൈസൽ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ നിരന്തരമായി ഈ വീട്ടിൽ വരികയും പണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇന്നലെയും ഇയാൾ ഇവിടെ വന്നു 700 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കയ്യിൽ കൊടുക്കാൻ പണം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പണം കൊടുത്തില്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇയാൾ ഇവിടെ സൃഷ്ടിച്ചു. കൈയുടെ ഞരമ്പ് മുറിക്കുകയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെയും ചെയ്തു. പിന്നാലെ ഇവർ മംഗലപുരം പോലീസിനെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. പോലീസ് ഇവിടെ എത്തിയപ്പോഴേക്കും ഇയാൾ വീടിന് തീ വെച്ച് നിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. ശരി, ലഹരിക്ക് അടിമയാവുക എന്നുള്ളത് മാത്രമല്ല, ഒപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ ഒക്കെ ജീവിതത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. എത്രയും പെട്ടെന്ന് ഈ ദുരിതത്തിന് അറുതി ഉണ്ടാകണം എന്നുള്ളതാണ്. എത്ര മൂവ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നു സർക്കാർ തലത്തിൽ, പോലീസിന്റെ ഭാഗമായി ഒക്കെ പല പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇത്രയും ഗൗരവതരമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത്